വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ NIOS SSLCയിൽ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ 3, 4, 5 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ അതിൽ ആൻസേഴ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 6 മുതലാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് വരാവുന്ന ചാപ്റ്ററുകൾ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം അതിനു മുമ്പ് നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ നോട്ടും പേനയും നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുകയുള്ളൂ. ദെൻ നമുക്ക് ആദ്യമായിട്ട് നേരെ ചാപ്റ്റേഴ്സിലേക്ക് പോകാം. NIOS SSLCയിലെ സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ 6ാമത്തെ അധ്യായമായിട്ടുള്ള റിലീജിയസ് ആൻഡ് സോഷ്യൽ അവേക്കനിങ് ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ള അധ്യായമാണ് ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണാവുന്നതാണ് അല്ലേ? കാണുന്നതാണ്. Then the reforms movement was started against which two social customs? ഏതെല്ലാം സാമൂഹിക ആചാരങ്ങൾക്കെതിരായിട്ടാണ് റിഫോം മൂവ്മെന്റ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതെല്ലാമാണ്? നമ്മുടെ സതി സമ്പ്രദായത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേസ് സിസ്റ്റം, ചൈൽഡ് മാരേജ് ആൻഡ് റൈറ്റ് ഓഫ് വിഡോസ് അല്ലേ? അതായത് നമുക്കറിയാം സതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അതുപോലെ ജാതി വ്യവസ്ഥകൾ, അതുപോലെ തന്നെ ശൈശവ വിവാഹം, ഇതൊക്കെ ഇതിനെതിരായിട്ടാണ് നമ്മളുടെ റിഫോം മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ വാസ് കേസ് സിസ്റ്റം കൺസിഡേർഡ് ഇറാഷണൽ ആൻഡ് അൺസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിക്കോസ് ഇറ്റ് വാസ് എ അഗെയിൻസ്റ്റ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാൻകൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാസ് ദ ബേസിസ് ഫോർ ദ റിഫോമേഴ്സ് ടു ക്രിറ്റിസൈസ് ദ റിലീജിയൻ? ഓക്കെ, മതങ്ങൾക്ക് എതിരുണ്ടായിരുന്ന, മതങ്ങൾ നേരിട്ടിരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ? എന്തൊക്കെയാണ്? കറേജ്, ഡിറ്റർമിനേഷൻ, മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഡ്രീം ഓഫ് അച്ചീവിങ് എ ഗോൾ, ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള അവരുടെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വാസ് കേസ് സിസ്റ്റം കൺസിഡേർഡ് ഇറേഷണൽ ആൻഡ് അൺസയന്റിഫിക് അല്ലെ? അശാസ്ത്രീയമായ ഒരു മേഖലയാണ് എന്നുള്ളത് ജാതി വ്യവസ്ഥയെ ആക്കാനുള്ള കാരണം എന്തൊക്കെയായിരുന്നു? ബിക്കോസ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാൻകൈൻഡ് അല്ലെ? നമ്മളുടെ മൗലിക അവകാശങ്ങൾക്കെതിരായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാസ് ദ ബേസിസ് റിഫോമേഴ്സ് ടു ക്രിറ്റിസൈസ് ദ റിലീജിയൻ അല്ലെ? മതങ്ങൾ നേരിട്ടിരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? കറേജ്, ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഡ്രീം ഓഫ് അച്ചീവിങ് എ ഗോൾ അല്ലെ? ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള ഇതൊക്കെ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. They realized that the holy books don't accept superstitions and religious participation അല്ലെ? അതായത് മതാചാരങ്ങൾക്കെതിരെയുള്ള നമ്മുടെ ഹോളി ബുക്സുകളൊക്കെ, അതായത് ഒരു മതത്തിന്റെ പ്രധാന ബുക്സുകളൊക്കെ, നമ്മൾ പരിശുദ്ധമായി കാണുന്ന ബുക്സുകളൊക്കെ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് എതിരായിരുന്നു എന്നുള്ളതാണ്. ദെൻ അന്ധവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു എന്നുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ലിമിറ്റേഷൻസ് ഓഫ് റിഫോംസ് മൂവ്മെന്റ് അല്ലേ? എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ, പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റഡ് ഇമ്പാക്ട് ഓൺ ലോവർ ക്ലാസസ് എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ലോ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിഫോംസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു 4 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ദെൻ നെക്സ്റ്റ് പറയണത് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹു വേർ സം prominent socio-religious reformers in 19th century India? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ആരൊക്കെയാണ്? പ്രൊമിനന്റ് റിഫോമേഴ്സ് ഇൻക്ലൂഡഡ് രാജാറാം മോഹൻ റോയി,
ഈ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിബ ഫുലെ, അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആൻഡ് പണ്ഡിറ്റ് രമാബായി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം, കാണുന്നതാണ്. എല്ലാവരും നെയിമുകളും ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് കാണുന്നതാണ്. അന്നത്തെ സാമൂഹിക സാംസ്കാരിക നേതാക്കളായിരുന്നു ഇവരെല്ലാം. രാജാറാം മോഹൻ റോയ് മുതൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിബ ഫുലെ, ഇവരെല്ലാം അന്നത്തെ സാംസ്കാരിക പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന നേതാക്കന്മാർ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് വെർ ദ മേജർ സോഷ്യൽ കോസസ് ഹിൻഡറിംഗ് പ്രോഗ്രസ് ഇൻ ഏർലി 19th സെഞ്ചുറി ഇന്ത്യ? ഇന്ത്യയിലെ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാമൂഹിക കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമില്ലായ്മ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്നത്തെ ആളുകൾ നേരിട്ടിരുന്നത്. രണ്ടാമത്തേത് സബോർഡിയൻസ് ഓഫ് വുമൺ. ഓക്കെ, വുമൺ, സ്ത്രീകളെ പിന്നോക്കാവസ്ഥ, സ്ത്രീകൾക്ക് മുന്നിട്ടൊരു കാര്യത്തിലേക്കും ഇറങ്ങാത്തൊരവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വേർ ദ മേജർ സോഷ്യൽ കോസസ് ഓഫ് ഹിൻഡറിംഗ് പ്രോഗ്രസ്. ഓക്കെ, ജനങ്ങളുടെ പുരോഗതിക്കൊക്കെ തടസ്സം നിന്നിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് വിദ്യാഭ്യാസത്തിന്റെ കുറവായിരുന്നു. രണ്ടാമതായിട്ട് സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ. എല്ലാ ഭാഗത്തും പുരുഷന്മാർ മാത്രം വരികയും സ്ത്രീകൾ വീടുകളിൽ അടഞ്ഞുകൂടുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രാഹ്മ സമാജ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ്? രാജാറാം മോഹൻ റോയ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ബ്രഹ്മ സമാജത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ചലഞ്ചഡ് പ്രാക്ടീസസ് ലൈക്ക് സതി, അഡ്വക്കേറ്റ് വിഡോ റീമാരേജ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ആൻഡ് പ്രൊമോട്ടഡ് മോഡേൺ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അന്നത്തെ ബ്രാഹ്മ സമാജ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ? ഒന്നാമത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സതി പോലെയുള്ള അനാചാരങ്ങളെ എതിർക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഡോ ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള പുനർ മാരേജുകളും അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസം ജനങ്ങളിൽ എത്തിക്കുവാനും ഒക്കെ ഇങ്ങനെയുള്ള ബ്രാഹ്മ സമാജത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ഡിഡ് സ്വാമി ദയാനന്ദ സരസ്വതി കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ റിഫോംസ്? സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട് എന്തെല്ലാം സംഭാവനകളാണ് സ്വാമി ദയാനന്ദ സരസ്വതി അന്ന് നൽകിയിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു? ദെൻ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹി ഫൗണ്ടർ ആര്യ സമാജ്. അദ്ദേഹം ആര്യ സമാജ് കൊണ്ടുവരികയും വിച്ച് അഡ്വക്കേറ്റഡ് സോഷ്യൽ ഇക്വാലിറ്റി. അതെല്ലാം അവരൊക്കെ ആവശ്യങ്ങൾ എന്തായിരുന്നു? സാമൂഹിക നീതി ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ ഫോർട്ട് അഗൈൻസ്റ്റ് അൺടച്ചബിലിറ്റി, നമ്മളുടെ തൊട്ടുകൂടായ്മയോട് ഒക്കെ ഒരുപാട് പടപൊരുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി കൊണ്ടുവന്നിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് വാസ് ദ എയിം ഓഫ് ദ അലിഗ്ര മൂവ്മെന്റ് ഇനീഷ്യേറ്റഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ തുടങ്ങിയിട്ടുള്ള ആ മൂവ്മെന്റ് ആ മൂവ്മെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാം. ദ എയിം വാസ് അപ്ലിഫ്റ്റ് മുസ്ലിംസ് ത്രൂ മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോം ഇൻക്ലൂഡിംഗ് അഡ്വക്കേറ്റിംഗ് ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ. പ്രധാനമായിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി എന്നുള്ളതും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിനും അങ്ങനെയുള്ള മുസ്ലിംസിന്റെ എല്ലാ പിന്നോക്കാവസ്ഥയിലൊക്കെ പുതിയ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ഡിഡ് ജ്യോതിബ ഫുലെ കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ റിഫോംസ്? എങ്ങനെയാണ് ജ്യോതിബ ഫുലെയുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. പരിഷ്കരണം എന്തൊക്കെയായിരുന്നു? ഹി വർക്ക്ഡ് ഫോർ ഈക്വൽ റൈറ്റ്സ്. തുല്യ അവകാശത്തിന് വേണ്ടിയാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. ജ്യോതിബ ഫുലെ തുല്യ അവകാശങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഫോർ പീസന്റ് ആൻഡ് ലോയർ കേസസ്. നമ്മളുടെ താഴ്ന്ന വർഗങ്ങൾക്കും സന്യാസിമാർക്കും ഒക്കെ ഇടയിലുള്ള ഈക്വാലിറ്റി, അത് അവകാശത്തിന് വേണ്ടി അവർ കൂടുതൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. പ്രൊമോട്ടഡ് വുമൻസ് എഡ്യൂക്കേഷൻ. ഈ പരിഷ്കർത്താക്കളെല്ലാം എന്താണ്? സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ വിദ്യാഭ്യാസങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ആൻഡ് ഫൗണ്ടഡ് ബൈ ദ സത്യശോധക് സമാജ്. അദ്ദേഹമാണ് സത്യശോധക് സമാജ്
ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് റോൾ ഡിഡ് ജസ്റ്റിസ് മഹാദേവ് ഗോവിന്ദ് പ്ലേ ഇൻ റിലീജിയസ് റിഫോംസ്? എന്തൊക്കെയാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, ഹി എസ്റ്റാബ്ലിഷ്ഡ് പൂന സർജാനിക് സോബ ആൻഡ് പ്രാർത്ഥന സമാജ് ടു അഡ്വക്കേറ്റ് ഫോർ റിലീജിയസ് റിഫോംസ് ആൻഡ് സോഷ്യൽ ഈക്വാലിറ്റി. സാമൂഹിക നീതി നടപ്പാക്കുന്നതിലൊക്കെ പ്രധാന ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ആളുകളാണ്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വേർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് പണ്ഡിറ്റ് രമാബായി ടു വുമൻസ് റൈറ്റ്സ്? എന്തെല്ലാം കോൺട്രിബ്യൂഷൻസുകളാണ് നമ്മുടെ പണ്ഡിറ്റ് രമാബായി സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി നേടിയിട്ടുള്ളത്? ഇതൊക്കെയാണ്, ഷീ ഫൗട്ട് അഗൈൻസ്റ്റ് ചൈൽഡ് മാരേജ്, പ്രൊമോട്ടഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊവൈഡർ റെഫ്യൂജ് ആൻഡ് സപ്പോർട്ട് വിഡോസ്. അല്ലേ, പ്രധാനമായിട്ടും ചൈൽഡ് മാരേജിന് ഒരുപാട് എതിർത്തിട്ടുള്ള വ്യക്തിയാണ്. ശൈശവ വിവാഹത്തെ എതിർക്കുകയും ഇവരൊക്കെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല പ്രൊവൈഡർ റെഫ്യൂജ് ആൻഡ് സപ്പോർട്ട് വിഡോസ്, അല്ലേ, നമ്മുടെ വിധവകൾക്ക് അഭയസ്ഥാനം നൽകുകയും ചെയ്തിട്ടുണ്ട്, അവർക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പണ്ഡിറ്റ് രമാബായി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ആനി ബസന്റ് കോൺട്രിബ്യൂട്ട് ടു എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ആനി ബസന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷീ ഓപ്പൺ ദ സെൻട്രൽ ഹിന്ദു കോളേജ് ഇൻ ബനാറസ്, അല്ലെ, ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് ഓപ്പൺ ചെയ്യുകയും എംഫസൈസിങ് എ ബ്ലൈൻഡ് ഓഫ് ഫോർ റിലീജിയസ് ആൻഡ് മോഡേൺ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ ഊന്നൽ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 14ാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്, വാട്ട് വാസ് സിഗ്നിഫിക്കൻസ് ഓഫ് തിയോസോഫിക്കൽ സൊസൈറ്റി ഇൻ ഇന്ത്യ? അല്ലെ, നമ്മളുടെ ആധുനിക കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന പുതിയ ഇന്ത്യയിൽ സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിയോസോഫിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ ആൻസർ വരുന്നത്, ഇറ്റ് പ്രൊമോട്ടഡ് ഇന്ത്യൻ റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷൻസ്, എൻകറേജ്ഡ്, അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ലാംഗ്വേജസ് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു പൊളിറ്റിക്കൽ അവേക്കനിങ്, അല്ലേ, രാഷ്ട്രീയ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു അധ്യായത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ദ റിഫോമേഴ്സ് അഡ്രസ്സസ് ദ കേസ് സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് എങ്ങനെയാണ് പരിഷ്കർത്താക്കള് അഡ്രസ് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ്? ദ കോണ്ടമെന്റ് കേസ് ഡിസ്ക്രിമിനേഷൻ, അഡ്വക്കേറ്റഡ് ഫോർ സോഷ്യൽ ഈക്വാലിറ്റി ആൻഡ് വർക്ക്ഡ് ടുവാർഡ്സ് അബോളിഷിംഗ് കേസ്റ്റ് ബേസ്ഡ് പ്രാക്ടീസസ്, അല്ലേ, നമ്മളുടെ സോഷ്യൽ ഇക്വാലിറ്റിക്കും അതുപോലെയുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ എതിരായിരുന്നു. സോഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മുടെ എക്സാമിന് പൊതുവെ കഴിഞ്ഞ ഏറെക്കുറെ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ ഒരു 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 7ാമത്തെ അധ്യായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൃത്യമായി നമ്മളെല്ലാവരും അതിന് ആൻസർ നൽകുന്നതാണ്. ദെൻ ഇനി 7ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് 7ാമത്തെ ചാപ്റ്ററിന്റെ നെയിം? എന്താണ് 7ാമത്തെ ചാപ്റ്റർ? എന്തായിരുന്നു? പോപ്പുലർ റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റൂൾ എന്നുള്ളതാണ്, അല്ലെ, ജനകീയ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ചെറുത്തുനിൽപ്പുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്, ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് പോപ്പുലർ റെസിസ്റ്റൻസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ബിഫോർ 1857? ഓക്കെ, 1857 ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ദ കോസസ് ഓഫ് ഇൻക്ലൂഡ് ബ്രിട്ടീഷ് പോളിസീസ് അണ്ടർമൈനിങ് ഇന്ത്യൻ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പൊസിഷൻസ്, interferences in religious practices and differences in religious between rulers and exploited classes, അല്ലേ, നമ്മുടെ വർഗവിവേചനങ്ങൾക്കെതിരെയൊക്കെ ഒരുപാട് ആ കാലഘട്ടത്തിൽ പൊരുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൗ ഡിഡ് ദ പീസൻസ് എക്സ്പ്രസ് ദർ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് പോളിസീസ് ഇൻ അഗ്രികൾച്ചർ? നമ്മളുടെ കാർഷിക മേഖലയിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ എങ്ങനെയാണ് നമ്മൾ കർഷകരും സ്വാമികളൊക്കെ
പൊരുതിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ദ പീസൻസ് റീബെൽഡ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റീവ് ആൻഡ് ഇന്ത്യ ലാൻഡ് പോളിസീസ്, അല്ലെ, ഭൂമിക്കുള്ളെതിരെയുള്ള നയങ്ങൾക്കെതിരെ നമ്മളുടെ പീസന്റെ ഒക്കെ എതിരായിരുന്നു എന്നുള്ളതാണ്. അറ്റാക്കിംഗ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, zamindars and money leaders, and by launching movements against cultivation to crops like indigo, which led to legal victories and improvements in their conditions. അല്ലേ, നമ്മളുടെ ഇന്ത്യയിൽ അന്നത്തെ ബ്രിട്ടീഷ് നിയമങ്ങൾക്കൊക്കെ ഭൂമി പിടിച്ചടക്കുന്നതും കരം പിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ജമീന്ദർമാർക്കെതിരൊക്കെ എതിരായിരുന്നു നമ്മളുടെ പീസന്റ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ അധ്യായത്തിൽ. വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രൈബൽ റിവോൾട്ട്സ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ? ഓക്കെ, ട്രൈബൽ റിവോൾട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗോത്രവർഗ കലാപങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. നിയമങ്ങൾക്കെതിരെയുള്ള ഗോത്രവർഗ കലാപങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ ട്രൈബൽ റിവോൾട്ട്സ് വെർ ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് directed against British administration, highlighting the destructive impact of British policies on tribal societies and contributing to the border struggle against British oppressions. ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ഒരുപാട് പടപൊരുത്തലുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഹൗ ഡിഡ് ദ പോളിസീസ് ഓഫ് annexation by British contribute to discontent among Indian rulers എന്നുള്ളതാണ്. ദെൻ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ദ പോളിസി exemplified by the doctrine of labs and subsidiary. ഓക്കെ, സബ്സിഡറി ഒക്കെ ഉണ്ടായിരുന്നു. ദ അലയൻസ് led to annexation to independent kingdoms എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ്? വാട്ട് എക്കണോമിക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ഡിസ്സാറ്റിസ്ഫാക്ഷൻസ് അമംഗ് ഇന്ത്യൻസ് ലീഡിംഗ് ടു ദ റിവോൾട്ട്സ് ഓഫ് 1857? അല്ലെ, 1857 വിപ്ലവങ്ങൾക്കെതിരെ ഇതിലുണ്ടായിരുന്ന അസംതൃപ്തി എങ്ങനെയാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത്? അല്ലെ, ഇന്ത്യൻ ലീഡർമാർക്കെതിരെ ഉള്ളിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ ആൻസർ വരുന്നത് എന്താണ്? The disruption of the traditional Indian economy, subordination to the British economy, collapse of Indian handicrafts എന്നുള്ളതാണ്. Then next question ആണ്, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, how did the railways play a role in both British exploitation and Indian awakening എന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യൻ നാഷണൽ അവേക്കനിങ്. എങ്ങനെയാണ് റെയിൽവേന്റെ പങ്ക് എന്താണ്? നമുക്കറിയാം റെയിൽവേ ഇന്ത്യൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതാണെങ്കിൽ കൂടിയും ഇന്ത്യക്കാർക്കും ഒരുപാട് ഉപകാരങ്ങൾ ഇപ്പോഴും ഇതുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അല്ലേ, എന്തൊക്കെയാണ് ഇതിന് ആൻസർ നോക്കാം. നമുക്ക് മുകളിൽ കാണാവുന്നതാണ് ആൻസർ. റെയിൽവേ ഫെസിലിറ്റേറ്റഡ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ കണക്റ്റിംഗ് റോ മെറ്റീരിയൽ പ്രൊഡ്യൂസിങ് ഏരിയാസ് വിത്ത് എക്സ്പോർട്ടിംഗ് പോർട്സ്. അല്ലേ, നമ്മളുടെ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ റെയിൽവേ വഴി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലഡിംഗ് ദ ഇന്ത്യൻ മാർക്കറ്റ് വിത്ത് ബ്രിട്ടീഷ് ഗുഡ്സ്. ഹൗവർ ദേ ഓൾസോ ഫെസിലിറ്റേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ അമംഗ് ഇന്ത്യൻസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ നാഷണൽ അവേക്കനിങ് എന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് പറയുന്നത്. വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് ട്രിഗർ ഫോർ ദ റിവോൾട്ട്സ് ഓഫ് 1857? 1857 റിവോൾട്ട്സിന്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി കാണാവുന്നതാണ്. ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, how did the British policies of annexation affect Indian rulers and society എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് the policies led to loss autonomy and patronage of Indian rulers എന്നുള്ളതാണ്. ദെൻ നിങ്ങൾക്ക് കൃത്യമായി വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ചാപ്റ്റർ 8 ആണ്. അല്ലെ, 8ാമത്തെ അധ്യായമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്താണ് 8ാമത്തെ അധ്യായത്തിൽ പറയാനുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 1. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നമ്മളുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അവസാനം ഞാനത് പറയുന്നതാണ്. അപ്പോൾ കൃത്യമായി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിന് ആൻസർ നൽകാൻ സാധിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, വാട്ട് വേർ ദ മെയിൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നാഷണലിസം വരാനുള്ള പ്രധാന സംഭാവനകൾ, പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
The rise of nationalism in India was fueled by social, economic, and political factors, including the impact of colonialism, economic exploitation by the British, social and religious reforms movements, and സ്പിരിച്വൽ വോയിസസ് അഡ്വക്കേറ്റിംഗ് ഫോർ നാഷണൽ ഐഡന്റിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഫൗണ്ടഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് വൈ? ഓക്കെ, നാഷണൽ കോൺഗ്രസ് ആരാണ് ഉണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. എന്താണ്? ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ ദ അലൻ ഒക്ടോവിയൻ ഹൂം ഇൻ 1885 എന്നുള്ളതാണ്. ഹി aimed to provide a constitutional outlet for the growing political consciousness among the Indians. ഇന്ത്യയിൽ ദേശീയത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ പ്രിവെന്റിംഗ് resentment for turning in popular against British rule. ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ ഒക്കെ പൊരുതുവാനും വേണ്ടി കൂടിയാണ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. എന്താണ്? വാട്ട് വേർ ദ ഏർലി എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇതിന് ആൻസർ ആയി വരുന്നത് ദ ഏർലി എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് were limited to communicating with the British government by on half of the Indian people, voicing their grievance through petitions and working within ദ ഫ്രെയിം വർക്ക് ഓഫ് ലോ എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഇതേ ഓക്കെ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ പറയുന്നത്? വാട്ട് ലെഡ് ദ എമർജൻസ് ഓഫ് റേഡിഷ്യൽ നാഷണലിസം വിത്തിൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ്. എന്താണ് അതിന് ആൻസർ? ആൻസർ ദ മൈൽഡ് പോളിസീസ് ഓഫ് ദ മോഡറേറ്റ്സ് വിത്തിൻ ദ റൂൾ Congress led to the emergence of traditional nationalism, also known as the Gamal Dal leaders, okay, like Lala Lajpat Rai, Bal Gangadhar Tilak, and Bipin Chandra Pal. Okay, Lal Pal Bal, അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഈ അതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് റെസ്പോണ്ട് ടു ദ നോൺ കോൺഫെഷണൽ മൂവ്മെന്റ് ലെഡ് ദ ഗാന്ധി? അല്ലേ, ഗാന്ധി നയിച്ചിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിന് എങ്ങനെയായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതികരണം എന്തൊക്കെയായിരുന്നു? ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് റെസ്പോണ്ടഡ് ടു ദ നോൺ കോർപ്പറേഷണൽ മൂവ്മെന്റ് ബൈ അറസ്റ്റിംഗ് പ്രൊമിനന്റ് ലീഡേഴ്സ്. അല്ലെ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവനും ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് അറസ്റ്റ് ചെയ്യുകയും പാസിംഗ് റെപ്രസീവ് ലോസ് ലൈക്ക് ദ റൗലത്ത് ആക്ട്, അല്ലെ, റൗലത്ത് ആക്ട് പ്രകാരമുള്ള ഒരുപാട് നിയമങ്ങളെ അവർ ഒഴിവാക്കുകയും ചെയ്തു. ആൻഡ് എംപ്ലോയിങ് വയലന്റ് ടാക്ടിക്സ്, അല്ലെ, ഒരുപാട് വയലന്റേഷൻ അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ദ മൂവ്മെന്റ് വാസ് ഇവഞ്ച്വലി സസ്പെൻഡഡ് ആഫ്റ്റർ ദ ചൗരി ചൗര ഇൻസിഡന്റ്, അല്ലെ, ചൗരി ചൗര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ തുടക്കത്തിലെ എടുത്തു മാറ്റപ്പെട്ടു, ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ചോദിക്കാവുന്നതാണ്. ദെൻ ഓക്കെ, താങ്ക് യു to all.